അൽസലാം. മോഹൻലാൽ നായകനായി എത്തിയ ജിത്തു ജോസഫ് സിനിമ നേരിൻ്റെ 7ാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് ഒന്ന് കടന്നു ചെല്ലാം. അതിനു മുമ്പ് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഡിസംബർ 27 ഈ സിനിമ ഇറങ്ങിയിട്ട് 7 ദിനങ്ങൾ പിന്നിടുകയാണ്. ട്രാക്ഡ് കളക്ഷൻസിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. 755ഓളം ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 53% ഒക്യുപ്പൻസി വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഒരു വർക്കിംഗ് ഡേ ആണ്. ഈ ഒരു വർക്കിംഗ് ഡേയിൽ സാധാരണ ഉണ്ടാവുന്ന ഇടിവുണ്ട്. ആ ഇടിവ് ഇവിടെയും പ്രകടമായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ മറ്റ് സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഇടിവ് വളരെ ചെറിയ ഇടിവ് ആണ് എന്നാണ് പറയാനുള്ളത്. എന്തായാലും ഇന്നലെ ഈ സിനിമ ട്രാക്ക് ചെയ്യപ്പെട്ടിരുന്നത് 1015ഓളം ഷോസാണ് ഫുൾ ടൈം ആയിട്ടുള്ളത്. അതായത് ഇനിയും ഏകദേശം 250 മുകളിലുള്ള ഷോസ് ഇവിടെ ട്രാക്ക് ചെയ്യപ്പെടാനുണ്ട് എന്നുള്ളതാണ്. ഏകദേശം 19% ഇടിവ് വന്നിരിക്കുന്നത് ഇന്നലത്തേനേക്കാളും. ഇന്നലെ വന്നിരുന്നത് 2,75,00,000 ട്രാക്ഡ് കളക്ഷൻസ്. അതായത് 3 കോടിക്ക് മുകളിൽ ഇന്നലെയും സിനിമയ്ക്ക് കളക്ഷൻ ഉണ്ടായിരുന്നു, കേരള കളക്ഷൻ മാത്രമായിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ട്രാക്ഡ് കളക്ഷൻസിലേക്ക് ചെല്ലുമ്പോൾ 755 ഷോകളിൽ നിന്ന് 1,03,222 പേർ സിനിമ കണ്ടപ്പോൾ 53% ഒക്യുപ്പൻസിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മൂമെൻറ്റ് വരെയുള്ളത് 1,57,00,000, അതായത് 1,58,00,000 രൂപ എന്ന് പറയാം. 1,57,85,741 രൂപയാണ്. അതായത് 1,58,00,000 രൂപ എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഏകദേശം 2,80,00,000 മുതൽ 3 കോടി വരെയായിരിക്കും ഇന്നത്തെയും കളക്ഷൻ എന്നുള്ളതാണ്. തുടർച്ചയായി സിനിമ മികച്ച രീതിയിലുള്ള കളക്ഷനാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ സിനിമ 19.5 കോടിയാണ് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഇന്നത്തോടു കൂടി തന്നെ 20 കോടി കവർ ചെയ്യുകയാണ് എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ തിയേറ്റർ പ്രോഫിറ്റായി മാറുന്നു സിനിമ എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള എടുത്തു പറയാനുള്ള ഒരു കാര്യവും. എന്തായാലും ഇവിടെ സിനിമയ്ക്ക് നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. അതേപോലെ തന്നെ എല്ലാവരും ഒരു പോസിറ്റീവ് വാല്യൂ ആണ് സിനിമയ്ക്ക് കൊടുത്തിരുന്നത്. ഏറെക്കാലമായിട്ട് മോഹൻലാലിൽ നിന്ന് ആഗ്രഹിച്ച ഒരു സിനിമ അത് കിട്ടുമ്പോൾ മലയാളികൾ അത് ആഘോഷമായി മാറ്റുക തന്നെയാണ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും സിനിമ ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് മാത്രമായിട്ട് 16,23,00,000 രൂപയാണ് ഇതുവരെ വന്നിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് സിനിമ 40 കോടിയും കടന്നിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ഗംഭീരമായിട്ടുള്ള വാർത്ത. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വരാം. ഇനിയും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളതും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കാനുണ്ട്. കളക്ഷൻ ഡീറ്റെയിൽസ് അത് കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഈ 7ാം ദിവസവും സിനിമ മികച്ച രീതിയിൽ തന്നെയാണ് പോകുന്നത്. എതിരാളികളില്ലാതെ ഒറ്റയ്ക്ക് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ സിനിമയിൽ ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരു ലോങ് റൺ തന്നെയാണ് നമ്മൾ സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നത്. അടുത്ത 26, അതായത് കൃത്യം പറഞ്ഞാൽ ഇനി ഒരു 25 ദിവസം, 30 ദിവസവും കൂടെ സിനിമ തിയേറ്ററുകളിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. OTT എന്ന പരിപാടിയിലേക്ക് നേരത്തെ വിട്ടില്ലെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ നിന്ന് സിനിമ 100 കോടി കവർ ചെയ്യുമെന്നുള്ളതിന് സംശയങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് ഉറപ്പാണ്. എന്തായാലും വലിയ രീതിയിലുള്ള സക്സസ് ആയി മാറിയിരിക്കുന്നു നേരെ എന്ന സിനിമ. ഇനി വരുന്ന ദിവസങ്ങൾ, നാളെ കഴിഞ്ഞാൽ വെള്ളി, ശനി, ഞായർ ദിനങ്ങളിൽ ഗംഭീരമായിട്ടുള്ള തിരക്കായിരിക്കുമെന്നുള്ളത് നമുക്കറിയാം. അതുകൂടി വരുമ്പോഴത്തേക്ക് കേരള കളക്ഷൻ 30 കോടിയിലേക്ക് എത്തും. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.